ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിൻ്റെ 2025 ഹാഫ് ഇയർലി കിതാബത്ത് എക്സാം കഴിഞ്ഞതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കി എഴുതാനാണ് ആദ്യം, അതായത് പകർത്തി എഴുതണം. എന്താണ്? ബിസ്മില്ലാഹി ഇലൽ മസ്ജിദ് നിസ്ഫുൽ ഈമാൻ അസ്സലാമു അലൈക്കും, അതൊക്കെ അതുപോലാണ്ട് പകർത്തി എഴുതാം. പിന്നെന്താണ്? അഊദു മിനശ്ശൈത്വാനി ബില്ലാഹി റഹ്മാൻ റഹീം, അതൊക്കെ ക്രമത്തിലാക്കി എഴുതണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. പിന്നെ വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്നതാണ് അടുത്തത്. പിന്നെ ഇന്നദ്ദീനു ഇന്ദൽ ഇസ്ലാം, ഇന്നദ്ദീനു ഇന്ദല്ലാഹിൽ ഇസ്ലാം. പിന്നെ ഹയ്യാ നദ്ഹബു ഇലൽ ഫസ്ൽ, ഒക്കെ ഓർഡർ ശരിയാക്കി എഴുതാൻ നമുക്ക് തെറ്റിച്ചാണ് അവിടെ തന്നത്, അപ്പോൾ അത് ശരിയാക്കി എഴുതാനാണ്. ഇനി എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്താണ്? അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാണ് അല്ലാഹു, അത് എഴുതി കൊടുക്കാം. പിന്നെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത് മുഴുവനാക്കണം. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ദിക്ർ പഠിച്ചിരുന്നു. പിന്നെ റബ്ബി ഇർസുഖ്ന, എൻ്റെ രക്ഷിതാവ് നമുക്ക് എന്താണ്? ഭക്ഷണം തരുന്നു. റബ്ബി ഇർസുഖ്ന, അതിൻ്റെ അർത്ഥമാണ് അവിടെയൊക്കെ എഴുതേണ്ടത്. എൻ്റെ രക്ഷിതാവ് നമുക്ക് ഭക്ഷണം തരുന്നു. ഇനി പദങ്ങൾ നിർമ്മിക്കണം. നമുക്ക് തന്ന അക്ഷരം നോക്കിയിട്ട് പദങ്ങൾ, അപ്പോൾ ഇവിടെ നമുക്ക് നീട്ടാനുള്ള അക്ഷരങ്ങളാണ്. ഫസ്റ്റ് പാ, പാടം, പാട്ട്, എന്ത് എഴുതാം, മനസ്സിലായില്ലേ? പിന്നെ ചോ, ചോദിച്ചു, ചോ നീട്ടാനുണ്ട്, ചോദിച്ചു. ചോക്ക്, ചോപ്പ് എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം, ചോ വേണം. പിന്നെ സ്വർഗം, സ്വപ്നം എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തത് ഞണ്ട്, ഞങ്ങൾ, ഞങ്ങൾ, അതൊക്കെ എഴുതാം. പിന്നെന്താണ്? ഓ, ഓ ആണ്. ഓ ഒച്ച്, ഓ ഒരുമ, ഓ ഒപ്പം എന്നൊക്കെ നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് ഹർക്കത്തുകൾ നൽകാനാണ്. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഹർക്കത്ത് നൽകിയിട്ട് അവിടേക്ക് എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിന് ഹർക്കത്ത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അന മിനൽ മുസ്ലിമീൻ, പിന്നെ ഇലാ ഐന അന്ത, പിന്നെ എന്താണ്? വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ഇർഹമു മൻഫിൽ അർള്. പിന്നെ ശരിയായത് എടുത്തെഴുതണം. ഇവിടെ നമുക്ക് പഠിച്ചു എന്ന് 3 രീതി തന്നിട്ടുണ്ട്. അതിൽ പഠിച്ചു എന്നത് നടുത്തതാണ്, നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ സമാധാനം, സമാധാനം, അപ്പോൾ നമുക്ക് അവസാനത്തതാണ് സമാധാനം എന്നത് ശരി. ദാലും ഹായും കൂടി ചേർന്ന് വന്നതാണ്, അതെഴുതാം. പിന്നെ റഹ്മത്ത്, റഹ്മത്ത് എന്നതിലെ ഹ മനസ്സിലാക്കുക. അപ്പോൾ അത് ആദ്യത്തതാണ് അവിടെ ശരിയായത്, അപ്പോൾ അത് നമുക്ക് അവിടേക്ക് എടുത്തെഴുതാം. പിന്നെ വാചകം നിർമ്മിക്കണം, വാക്യം നിർമ്മിക്കാനാണ്. എന്താണ്? കൊടുത്തു, കൊടുത്തു വെച്ചിട്ട് എന്താ നമുക്ക് എഴുതാണ്ട്? നമുക്ക് ഞാൻ പേന കൂട്ടുകാരന് കൊടുത്തു, ഞാൻ മിഠായി കൊടുത്തു, ഞാൻ ബുക്ക് ഉസ്താദിന് കൊടുത്തു, എന്ത് എഴുതാം? കൊടുത്തു എന്നുള്ള വാചകം ഉണ്ടായാൽ മതി. പിന്നെ ഞാൻ മദ്രസയിൽ പോയി, ഞാൻ മുസ്ലിമാണ്, അതും എഴുതാം. പിന്നെ എന്താണ്? എൻ്റെ മതം ഇസ്ലാമാണ്, എൻ്റെ ഉസ്താദിനെ എനിക്കിഷ്ടമാണ്. പിന്നെ സന്ദർശിച്ചു, ഞാൻ രോഗിയെ സന്ദർശിച്ചു, ഞാൻ ഉസ്താദിനെ സന്ദർശിച്ചു, ഞാൻ മദ്രസ സന്ദർശിച്ചു എന്നൊക്കെ നമുക്ക് എഴുതാം. ആ വേർഡ്സ് അതിലുണ്ടായാൽ മതി. പിന്നെ എന്താ? കഴുകി, ഞാൻ കൈ കഴുകി, ഞാൻ മുഖം കഴുകി, കാൽ കഴുകി എന്നൊക്കെ എഴുതാം. ഞാൻ എന്നത് അതിൽ കഴുകി എന്ന വേർഡ്സ് അതിൽ വരണം. അപ്പോൾ ഇത്രയാണ് ഈ കിതാബത്ത് മോഡൽ ചോദ്യപേപ്പർ, ഇത്രയാണ് ഈ കിതാബത്ത് ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. കുട്ടികൾക്ക് ഇനിയുള്ള എക്സാമിലേക്ക് ഇതുപോലെയുള്ള പദങ്ങളൊക്കെ നിർമ്മിക്കാനും വാചകങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതാനൊക്കെ അറബി മലയാളത്തിൻ്റെ എഴുത്ത് ഒക്കെ നന്നായിട്ട് പരിശീലിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.